മാർച്ച് 9-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഇന്ത്യയും അയർലൻഡും തമ്മിൽ ഒരു ജോയിന്റ് പാനൽ എക്കണോമിക് ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോയിന്റ് പാനൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അയർലൻഡുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും അയർലൻഡും ഒരു ജോയിന്റ് എക്കണോമിക് കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ടുകളുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള എസ് ജയശങ്കർ, അദ്ദേഹം അയർലൻഡിന്റെ ഫോറിൻ മിനിസ്റ്ററും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആയിട്ടുള്ള സൈമൺ ഹാരിസിനെ ഡബ്ലിനിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു JEC കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഓരോ 2 വർഷം കൂടുമ്പോഴും ഒരിക്കൽ ഈ ഒരു കമ്മിറ്റി മീറ്റ് ചെയ്യും, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് ഈ ഒരു വർഷം അവസാനം രൂപപ്പെടും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു JEC രൂപപ്പെടാനുള്ള അനൗൺസ്മെന്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ഡിസ്കഷൻസ് ആണ്. കാരണം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനിൽ ഒരു മെമ്പറാണ് അയർലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് 2025 കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് രാജ്യങ്ങളും ഈ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത് എന്ന് കൂടി ഓർക്കുക. അപ്പോൾ രണ്ട് മിനിസ്ട്രീസും ബൈലാറ്ററൽ റിലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി, അതുപോലെ ഗ്ലോബൽ റീജിയണൽ മാറ്റേഴ്സിൽ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ്, എഡ്യൂക്കേഷൻ, അതുപോലെ പീപ്പിൾ ടു പീപ്പിൾ എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും രണ്ട് രാജ്യങ്ങളും സഹകരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻഷ്യൽ ടെക്നോളജീസ് ആൻഡ് സെമി കണ്ടക്ടർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും സഹകരിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയർലൻഡ് ഇന്ത്യയുടെ ടോപ്പ് 30, ലോകത്തിലെ തന്നെ ടോപ്പ് 30 സെമി കണ്ടക്ടർ കമ്പനീസിന്റെ പകുതിയോളം അയർലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ കൂടുതൽ ഇന്ത്യൻ പ്രസൻസ് ഉറപ്പുവരുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള ബയലാറ്ററൽ ട്രേഡ് വളരെ കുറവാണ്. ജസ്റ്റ് 16 ബില്യൺ യൂറോയുടെ അടുത്ത് മാത്രമാണ് വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സാഹിത്യ അക്കാദമി അവാർഡ് 2024 പ്രഖ്യാപിച്ചു എന്നാണ്. ഗഗൻ ഗിൽ, അതുപോലെ ഈസ്റ്ററിൻ കയർ തുടങ്ങിയ 23ഓളം ആൾക്കാർക്കാണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു അവാർഡ്, ആർക്കാണ് ഈ അവാർഡ് നൽകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഇപ്പോൾ സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് 1954 യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഇത് ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോഡി ആണെങ്കിലും ഇതൊരു സൊസൈറ്റി ആയിട്ടാണ് ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഇതൊരു ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ബോഡി ആയിട്ടല്ല, ഒരു ഇൻഡിപെൻഡന്റ് ഓട്ടോണോമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവർ ഓരോ വർഷവും അവാർഡുകൾ നൽകാറുണ്ട്. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ബുക്സ് ഇൻ ലിറ്റററി മെറിറ്റ്, അതായത് സാഹിത്യത്തിൽ നല്ല സംഭാവനകൾ നൽകിയ ഏറ്റവും മികച്ച ബുക്കിനാണ് ഇവർ അവാർഡ് നൽകുന്നതായിട്ടുള്ളത്. ഇത് എനി ഓഫ് ദം മേജർ ഇന്ത്യൻ ലാംഗ്വേജിൽ മേജർ ആയിട്ടുള്ള ഏതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾക്ക് നൽകും എന്ന് ഓർത്ത് വെക്കുക. ആ ലാംഗ്വേജിനെ അക്കാദമി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അക്കാദമിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. 2009 മുതൽ 1 ലക്ഷം രൂപയാണ് അവാർഡ് നൽകുന്നതായിട്ടുള്ളത്. ആദ്യത്തെ അവാർഡ് നൽകിയത് 1955 കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ട് ഹിന്ദി പോയറ്റ് ആയിട്ടുള്ള ഗഗൻ ഗില്ലിനും അതുപോലെ തന്നെ നാഗ ഓതർ ആയിട്ടുള്ള ഈസ്റ്ററിൻ കയറും ഉൾപ്പെടെ 23 റെസിപ്പിയൻസ് ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു അവാർഡ് സാഹിത്യോത്സവ് ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സെറമണി എന്ന് പറയുന്ന ചടങ്ങിലാണ് അവാർഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആനുവൽ അവാർഡ്സ് വിവിധ കാറ്റഗറികൾ, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയട്രി, എസ്സേസ്, പ്ലേസ് തുടങ്ങിയിട്ടുള്ള വിവിധ വർക്കുകളിലുള്ള റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പോൾ കൗർ പഞ്ചാബി പോയട്രി ബുക്ക് ആയിട്ടുള്ള സൺ ഗുൻവാൻ ഒക്കെ അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന്റെ അവാർഡ് കിട്ടിയുള്ളത് K. ജയകുമാർ എന്ന് പറയുന്ന ഓതറാണ് എന്ന് ഓർത്തുക. അതുപോലെ തന്നെ ഓരോ ഭാഷ, മണിപ്പൂരി, ഗുജറാത്തി, അസാമീസ്, രാജസ്ഥാനി, സംസ്കൃത് തുടങ്ങിയിട്ടുള്ള ബോഡോ തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷകളിൽ അവാർഡ് നൽകിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാഹിത്യ അക്കാദമി അവാർഡ്, അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള കോട്ടൺ ഇമ്പോർട്ടുകൾ വർദ്ധിച്ചു. നമ്മുടെ രാജ്യത്തെ കോട്ടന്റെ ഈൽഡ് കുറഞ്ഞതുകൊണ്ട് എന്നാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ കോട്ടണുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, എന്തുകൊണ്ടാണ് ഇമ്പോർട്ട് വർദ്ധിച്ചത്, നമ്മുടെ ഈൽഡ് കുറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 100 lakh ബെയിൽസ്
കോട്ടൺ ആണ് നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത് വിദേശത്ത് നിന്ന്. അപ്പോൾ ഡിസംബർ 2024 അതായത് അറൈവൽ സീസണിൻ്റെ പീക്കിൽ ഏകദേശം നമ്മുടെ ഡെയിലി അറൈവലിൻ്റെ 60% പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ 6 കോട്ടൺ പ്രൈസ് 52,500 പെർ കിൻഡൽ എന്ന രീതിയിലാണ് കോട്ടൺ പ്രൈസ് മാർച്ച് 2025 നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഈൽഡ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ തെലുങ്കാനയിലെ കർഷകരൊക്കെ കോട്ടൺ ഈൽഡ് വളരെ കുറഞ്ഞതായിട്ടാണ്. അതേപോലെ തന്നെ ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അതായത് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് വളരെ കുറവും പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലുമാണ് കോട്ടണുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു കൺസേൺ. ഉദാഹരണത്തിന് ഒരു കിൻഡൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 9,000 രൂപയുടെ ചിലവുണ്ട്. അതേസമയത്ത് ഒരു കിൻഡൽ കോട്ടന്റെ MSP ഗവൺമെന്റ് പർച്ചേസ് ചെയ്യാം എന്ന് പറയുന്ന പ്രൈസ് 7,235 ആണ്. അതേസമയത്ത് കർഷകർക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 5,000 മുതൽ 5,500 വരെയാണെന്ന് ഓർത്ത് വെക്കേണ്ടത് തന്നെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു കോട്ടന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാൻ കാരണമാവുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കോട്ടൺ മിഷൻ ഗവൺമെന്റ് ഫെബ്രുവരി 2025 യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ കോട്ടൺ ഇൻഡസ്ട്രീസിനെ റിവൈവ് ചെയ്യും നമുക്ക് കരുതാൻ വേണ്ടി പറ്റും. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആണ്. കാരണം ഇന്ത്യയിൽ ഈ ഒരു കോട്ടൺ ഇല്ലാത്തതുകൊണ്ട്, കോട്ടൺ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടത് വരുന്നുണ്ട്. ഇന്റർനാഷണലി കോട്ടൺ പ്രൈസും വളരെ കുറവാണ്. മിൽസ് പലപ്പോഴും ഇന്ത്യൻ കോട്ടണേക്കാൾ ചീപ്പർ ആയിട്ടുള്ള രീതിയിൽ കോട്ടണിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഗാർമെന്റ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടുകൾ, ഇന്ത്യയുടെ ഗാർമെന്റ് എക്സ്പോർട്സ് പ്രധാനമായിട്ടും 60% കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രസ് ഐറ്റംസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ മില്ലുകൾക്ക് ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ടുകൾ നൽകുന്നുണ്ട്, എക്സ്ട്രാ ലോങ് സ്റ്റാപ്പിൾസ് ലഭിക്കുന്നുണ്ട്. അതേസമയത്ത് എക്സ്പോർട്ടേഴ്സിന് ഒരു ഡ്യൂട്ടി ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ കോട്ടന്റെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. ഒരു ഹെക്ടറിൽ 450 ഗ്രാം ആണ് 450 കിലോഗ്രാം ആണ് ഇന്ത്യയിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതേസമയത്ത് ബ്രസീലിലൊക്കെ ഇതൊരു ഹെക്ടറിൽ 1,800 മുതൽ 2,000 കിലോഗ്രാം വരെയൊക്കെ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് എന്നുള്ളത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കോട്ടൺ പ്രൈസ് കൂടുതലാണ്, കോട്ടൺ പ്രൊഡക്ഷൻ പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇന്റർനാഷണലി കോട്ടന്റെ പ്രൊഡക്ഷൻ പ്രൈസ് വളരെ കുറവാണ് എന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത പറഞ്ഞാൽ ചില പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നുണ്ട്, ചില പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചില പക്ഷികളുടെ പേരുണ്ട്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഇത് എവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിസർച്ച് ആർട്ടിക്കിളാണ്. എന്തുകൊണ്ടാണ് ചില പക്ഷികൾ പറക്കാത്തത്, ചില പക്ഷികൾ പറക്കുന്നത് എന്നാണ് സ്റ്റഡിയിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പക്ഷികൾ പറക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ചില പക്ഷികൾക്ക് പറക്കാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഐലൻഡ് ഇഫക്റ്റ് എന്നുള്ളത് ഒരു കാരണമാണ്. അതായത് നേരത്തെ ആ പക്ഷികൾ പറക്കുന്ന പക്ഷികൾ തന്നെയായിരിക്കും, പക്ഷേ ഇതിപ്പം ജീവിക്കുന്ന ഐലൻഡിൽ പ്രിഡേറ്റേഴ്സ് ഒന്നുമില്ല, ഈ പക്ഷിയെ പിടിക്കാൻ വരുന്ന വേറെ ജീവികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പക്ഷിക്ക് പറന്ന് രക്ഷപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ മെല്ലെ ഈ ഒരു പക്ഷിക്ക് അതിന്റെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അത് മെല്ലെ ഗ്രൗണ്ടിലേക്കൂടെ നടന്നു നീങ്ങുന്ന പക്ഷി മാത്രമായിട്ട് മാറും എന്നാണ്. മറ്റൊന്നാണ് സെമി അക്വാട്ടിക് അഡാപ്റ്റേഷൻ. ഉദാഹരണത്തിന് പെൻഗിന്റെ ഉദാഹരണം. പെൻഗിനൊക്കെ അതിന് ഫ്ലൈറ്റ് എബിലിറ്റി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? അത് വെള്ളത്തിൽ മുങ്ങി നടന്ന് അണ്ടർ വാട്ടർ സ്വിമ്മിംഗ് ഒക്കെ പ്രിഫർ ചെയ്തു. അപ്പോൾ അതിന് പറക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു രണ്ട് കാരണങ്ങളാണ് സയന്റിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡുകൾ, അതിന്റെ ആൻസിസ്റ്റേഴ്സ്, ആദ്യം പറക്കുന്ന പക്ഷികളാണ് ഉണ്ടായത്, അതിൽ നിന്നാണ് പറക്കാത്ത പക്ഷികൾ രൂപപ്പെട്ടത് എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഓൾഡർ ആയിട്ടുള്ള ഫ്ലൈറ്റ്ലെസ് സ്പീഷീസുകളുണ്ട്. ഉദാഹരണത്തിന് ഓസ്ട്രിച്ചുകൾ, നമ്മുടെ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നതായിട്ടുള്ളത്. അതിനെ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അത് ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് അതുകൊണ്ട് തന്നെ അതിന്റെ ഫെതേഴ്സിലൊക്കെ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവുകയും അത് പിന്നീട് ഒരിക്കലും പറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. റീസെന്റ് ആയിട്ട് ഫ്ലൈറ്റ്ലെസ് സ്പീഷീസ് ആയിട്ട് മാറിയതുണ്ട്. അതായത് ഫ്യൂജിയൻ സ്റ്റീമർ എന്ന് പറഞ്ഞു, ഈ പേര് ഓർത്തുക്കണം, ഫ്യൂജിയൻ സ്റ്റീമർ. ഇത് ഒരു ഡക്ക് കാറ്റഗറിയിലുള്ള പക്ഷിയാണ്. ഇതിനെ കുറച്ച് കാലങ്ങളായിട്ട് പറക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ ചിറകും മറ്റൊക്കെ അതിന്റെ ഫ്ലൈയിങ് റിലേറ്റീവ്സുമായിട്ടൊക്കെ സിമിലർ ആണെങ്കിൽ പോലും കുറച്ച് കാലങ്ങളായിട്ട് അതിന് പറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിന്റെ അഡാപ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന് കൂടി ഓർത്തുവെക്കണം തന്നെ. അപ്പോൾ ഇതിന്റെ
പക്ഷികൾ അത് പറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കെലിറ്റണിലും അതിൻ്റെ ഫെതേഴ്സിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ലോങ് ടേം ഫ്ലൈറ്റ്ലെസ്നെസ്സിൻ്റെ ഉദാഹരണത്തിന് ഓസ്ട്രിച്ചുകൾ അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അതേസമയം റീസെൻ്റ്ലി ലൂസ് ചെയ്തിട്ടുള്ള ഈ ഫ്യൂജിയൻ സ്റ്റീമർ പോലുള്ള ഡക്കിന് പക്ഷികൾക്ക് മിനിമൽ ആയിട്ടുള്ള ഫെദർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഗംഗാ റിവർ ഡോൾഫിൻ്റെ ഒരു കൗണ്ട് കണക്കാക്കിയതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൾണറബിൾ ആയിട്ടുള്ള ജീവിയെക്കുറിച്ചും അതിൻ്റെ കൗണ്ടിനെ കുറിച്ചുമാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ റിവർ ഡോൾഫിൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 6327 എന്നാണ് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ സ്റ്റഡി കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ റിവർ ഡോൾഫിനെ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാണ് ഫാക്കുലേറ്റീവ് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നത്. അതായത് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ മറൈൻ വാട്ടേഴ്സിലും കണ്ടെത്തുന്നതിനെയാണ് ഫാക്കുലേറ്റീവ് റിവർ ഡോൾഫിൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഈരാവാദി ഡോൾഫിൻ, ഉദാഹരണത്തിന് ചിൽക്ക ലേക്കിൽ, ഒറീസയിലെ ചിൽക്ക ലേക്കിൽ കണ്ടെത്തുന്നതാണ്. ഇത് 155 എണ്ണമുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ സുന്ദർബനിലും ഒക്കെ ഈരാവാദി ഡോൾഫിൻസിനെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇത് ഫാക്കുലേറ്റീവ് റിവർ ഡോൾഫിൻസ് ആണ്. മറ്റൊന്നാണ് ഒബ്ലിഗേറ്റ് റിവർ ഡോൾഫിൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ഫ്രഷ് വാട്ടറിൽ മാത്രം കാണുന്നതാണെന്ന് ഓർത്ത് വെക്കുക. ഉദാഹരണത്തിന് ഗംഗ റിവർ ഡോൾഫിൻ, ഇത് ഗംഗയിലും ബ്രഹ്മപുത്രയിലും കാണുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻഡസ് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നതും മറ്റൊരു കാറ്റഗറിയിലാണെന്ന് കൂടി ഓർത്ത് വെക്കാം. ഇത് പഞ്ചാബിൽ ഒക്കെ കാണുന്നത്, ബിയാസ് റിവറിലും ഹരിക്കെ വെറ്റ്ലാൻഡ്സിലും ഒക്കെ കാണുന്നതാണ് ഈ ഒരു ഇൻഡസ് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നതിൻ്റെ 3 എണ്ണത്തിനെ മാത്രമാണ് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അതായത് ഇത് ഇന്ത്യയിൽ നിയർ എക്സ്റ്റൻഷൻ ആണ് എന്നുള്ള ഒരു ഡാറ്റയാണ് കാണിക്കുന്നത്. അതേസമയത്ത് പാകിസ്ഥാനിൽ ഏകദേശം 1800ഓളം ഇൻഡസ് ഡോൾഫിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഡോൾഫിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ പുവർ ആയിട്ടുള്ള ഐസൈറ്റ് ആണ്. അതായത് ഇതിന് ഒരു 1 സെന്റിമീറ്റർ ഒക്കെയുള്ള ഐസ് ആണ്, ലെൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്, നോർമലി പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും എക്കോലൊക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ സൗണ്ടിൽ നിന്നുള്ള എക്കോ ഡിറ്റക്ട് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫാറ്റി ആയിട്ടുള്ള ഫോർഹെഡ് മാസ് ഉപയോഗിച്ചുകൊണ്ടാണ് സൗണ്ട് വേവ്സിനെ തിരിച്ചു വരുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അത്തരത്തിലാണ് ഇത് ഹണ്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു എക്കോലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് 4 mm വരെ സൈസുള്ള, വളരെ ചെറിയ സൈസുള്ള ജീവികളെ വരെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇത് പ്രിഫറബിളി മഡി അതുപോലെ തന്നെ ലോ സലിനിറ്റി ആയിട്ടുള്ള വാട്ടേഴ്സിലാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സ്വിമ്മിങ് ഹാബിറ്റ് ഉണ്ട്. അതായത് സൈഡുകൾ വെച്ചിട്ടാണ് ഇത് സ്വിം ചെയ്യുന്നതായിട്ടുള്ളത്. റിവർ ബെഡിൻ്റെ അടുത്ത് കൂടെയാണ് ഇത് സ്വിം ചെയ്യുന്നത്. അതായത് നദിയുടെ ഏറ്റവും സൈഡിലൂടെയാണ് ഇത് സ്വിം ചെയ്യുക എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അതേ സമയത്ത് വളരെയധികം ത്രട്ടൻസ് നേരിടുന്നുണ്ട്. പോച്ചിങ് ഉണ്ട്. ഇതിൻ്റെ ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ പിടിക്കുന്നുണ്ട്. അതുപോലെ ഓവർ ഫിഷിങ്ങും അതിൻ്റെ ഫുഡ് സപ്ലൈയിൽ ഉണ്ടായുള്ള ഷോർട്ടേജും ഒക്കെ ഡോൾഫിൻസിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആയിട്ടുള്ള എൻടാങ്കിൾമെൻറ്റ് ഈ ഒരു ഫിഷിംഗ് നെറ്റുകളിലൊക്കെ കുടുങ്ങിയിട്ട് ഇതിൻ്റെ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്. അതേസമയത്ത് ഇൻഡസ്ട്രീസിനും മറ്റുമൊക്കെയുള്ള കെമിക്കൽസും പൊല്യൂഷൻസും ഒക്കെ ഇതിൻ്റെ പോപ്പുലേഷനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ്റെ ട്രെൻഡ്സിനെ സംബന്ധിച്ച് അൺക്ലിയർ ആണ്. പക്ഷേ നമ്പേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇൻഡസ് റിവർ ഡോൾഫിൻ്റെത് വളരെ കുറവാണ് എന്ന് കാണിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പബ്ലിക് അവയർനെസ്സും ഇതിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കൺസർവേഷൻ എഫേർട്ടുകളും അത്യാവശ്യമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയുടെ AI മിഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ AI മിഷൻ എന്താണ്? റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത AI കോശ, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ നിന്നും എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയുടെ AI മിഷൻസ് മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,370ഓളം കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്ക് AI ഇൻ ഇന്ത്യ ആൻഡ് മേക്ക് AI വർക്ക് ഫോർ ഇന്ത്യ എന്നായിരുന്നു ഇതിൻ്റെ ടാഗ് ലൈൻ. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുക, ഡാറ്റാ സെറ്റുകൾ ഡെവലപ്പ് ചെയ്യുക, സേഫ്റ്റി റെഗുലേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പുകൾക്ക് റിസർച്ചേഴ്സിന് അക്കാദമിക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് AI കോശ എന്ന് പറയുന്ന ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെറ്റ് പ്ലാറ്റ്ഫോം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാ സെറ്റുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക, നോൺ പേഴ്സണൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത് ഡാറ്റേനെ ബേസ്ഡ് ആയിട്ടാണ്. കാരണം അതിനെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു ട്രെയിൻ ചെയ്ത ഡാറ്റ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസൾട്ടുകൾ നൽകുന്നതായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന വെസ്റ്റേൺ ഡാറ്റാ സെറ്റുകളാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഡാറ്റാ സെറ്റുകളല്ല, ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാ സെറ്റുകളാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ. ഉദാഹരണത്തിന് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എടുക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലുള്ള ഡാറ്റാസ് ആണ്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു
സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഡാറ്റാ സെറ്റ് വേണം. അതാണ് AI കോഷൻ നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ആയിട്ടുള്ള ഡാറ്റാ സെറ്റിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഫേംസിന് കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർസും ടൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ളത്. അതുപോലെ തന്നെ GPU ആക്സസ്, ഷെയർഡ് ആയിട്ടുള്ള GPU ആക്സസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ട്രെയിനിങ്ങിന് GPUs കോമൺ കമ്പ്യൂട്ട് പോർട്ടൽ എന്ന രീതിയിൽ GPUs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ കുറച്ച് എണ്ണം മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നുള്ളത്. ഉദാഹരണത്തിന് NVIDIAയുടെ ബ്ലാക്ക്വെൽ GPU എന്ന് പറയുന്നത് അങ്ങനെ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്ത്യൻ AI മിഷൻ ഉപയോഗിച്ചുകൊണ്ട് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എംബാലൻഡ് ആയിട്ടുള്ള ഡാറ്റാ സെന്റേഴ്സിന് GPU ആക്സസ് പ്രൊവൈഡ് ചെയ്യും. അതുവഴി ഈ ഒരു സ്റ്റാർട്ടപ്സിലും റിസർച്ചേഴ്സിനും ഈ ഒരു GPUവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 14,000-ഓളം GPUസിനെ ഇന്ത്യ ആക്സസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഓരോ ക്വാർട്ടറിലും ആഡ് ചെയ്യും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടിംഗ് പവേഴ്സിനെ ഡിസേർവിംഗ് പ്രോജക്റ്റുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. AI മിഷന്റെ ഭാഗമാണത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളെ കുറിച്ചും അതിന്റെ അൺഇന്റൻഡഡ് ആയിട്ടുള്ള കോൺസിക്വൻസസിനെ കുറിച്ചാണ് പഠിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഹാംഫുൾ ആയിട്ടുള്ള ചാറ്റ് ബോട്ട് റെസ്പോൺസുകൾ, ഇപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഹാംഫുൾ ആയിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടാവുമോ, അതിനെങ്ങനെ സെക്യൂർ ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ലോ, അതുപോലെ തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഡിസ്കഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്ത്യ AI ഇന്നോവേഷൻ സെന്റർ ഇത് പ്രധാനമായിട്ടും ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഇനീഷ്യേറ്റീവ്സ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റൽ ഇനീഷ്യേറ്റീവ്സ് ഇന്നോവേഷൻ സെന്ററിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്രത്യേകിച്ചും അതിനെ ഡെവലപ്പ് ചെയ്യാനും കൊമേഴ്ഷ്യലൈസ് ചെയ്യാനും ഈ ഒരു ഇന്ത്യ AI ഇന്നോവേഷൻ സെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഫ്യൂച്ചർ സ്കിൽസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. പ്രത്യേകിച്ചും സ്മോളർ സിറ്റീസിലും മറ്റുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് നൽകുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഇത് കൂടാതെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഫൗണ്ടേഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് കൂടി ലക്ഷ്യമായിട്ടുണ്ട്. ഏകദേശം 67ഓളം പ്രൊപ്പോസൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫൗണ്ടേഷൻ AI മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഈ ഒരു ഡെവലപ്മെന്റ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഗ്ലോബൽ AI ജയന്റ് ആയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള ഒരു കമ്പനികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ AI മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇന്ത്യയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വളരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഇന്ത്യയിലെ ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവേഴ്സ് ഡെവലപ്പ് ചെയ്യാനും ക്വാളിറ്റി ഡാറ്റാ സെറ്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ AI റിസർച്ചുമായി ബന്ധപ്പെട്ട ഹൈ കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി കൺസേൺ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യയെ ഒരു ഗ്ലോബൽ ലീഡറാക്കി ഉയർത്താനും ഇതുകൊണ്ട് സാധിക്കും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, ഇന്ത്യയും UK-യും തമ്മിലുള്ള ബന്ധം സ്ട്രെങ്തൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഈ ഒരു UK-യിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, ഇന്ത്യയും UK-യും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്നാണ് TB എലിമിനേഷൻ ക്യാമ്പയിൻ, 100 TB എലിമിനേഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പക്ഷേ അത് സക്സസ്ഫുൾ അല്ല, അത് വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി TBയുമായി ബന്ധപ്പെട്ട് TB എലിമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിവർ ഡോൾഫിൻസിന്റെ സെൻസസ് എങ്ങനെയാണ് എക്കോ സെൻസേഴ്സ് ഉപയോഗിച്ചാണ് കണ്ടക്ട് ചെയ്തത് എന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഡാറ്റ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെൻസസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്പീഷീസിന്റെ എണ്ണത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് US-ൽ നിന്നും ഇന്ത്യ കൂടുതൽ ഓയിൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ 3rd ലാർജസ്റ്റ് ഓയിൽ ഇമ്പോർട്ടർ ആണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ 85% ഇമ്പോർട്ടിൽ നിന്നാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ US-ഉമായിട്ടുള്ള ചർച്ചയിൽ US-ൽ നിന്ന് കൂടുതൽ ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം US-ഉമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഏകദേശം ഒരു $20 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യയും US-ഉം തമ്മിലുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റിനെ കുറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ളത് ഓർക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.